Primetime live show 3 in 1 in association with Time Express Cargo and our gift sponsored by Green Olives Beauty Salon and the special gift hamper from Ujala. ഞാൻ പക്ഷേ കാലിക്കറ്റ് ജംഗ്ഷൻ പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ വിശക്കുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഒരു 50 dirhamsന്റെ ഫുഡ് വൗച്ചറും തരുന്നുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് വീക്കെൻഡ് കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിപൊളി എന്ന് തന്നെ പറയാം. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അവിടെ കുറച്ച് പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ കാലിക്കറ്റ് ജംഗ്ഷൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത് മാറ്റി വെച്ചത്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് ട്രൈ ചെയ്യുക. ഇത് അൽക്കിസൈസിലാണ്, കിസൈസ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ ഷാർജയിലും ഉണ്ട്, നിയർ ടു അൻസാർ മാൾ. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഈ ഒരു ഫുഡ് വൗച്ചർ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയിട്ട് ഫുഡ് ട്രൈ ചെയ്യണം. അതുപോലെ നമ്മളെ എല്ലാവരും നമ്മുടെ ബ്യൂട്ടീസൊക്കെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂൺ ഉള്ളത്. ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂണിൻ്റെ വൗച്ചർ കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനും പറ്റുന്നതാണ്. ഷാർജയാണ് ലൊക്കേഷൻ. അതുപോലെ ഇവിടെ വന്ന് ഈ ഗിഫ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഉജാലയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ ഇന്ന് നമ്മുടെ 3 in 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മനോഹരമായൊരു ട്യൂസ്ഡേ ആണ്. വേറൊരു ചെറിയ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മലയാള മാസം ആ ഒരു എൻഡിലേക്ക് എത്തുക എന്ന് പറയില്ലേ, അതായത് നമുക്ക് ചിങ്ങമാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തുന്ന കർക്കിടകം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്, കർക്കിടകം 1-ാം തീയതി. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോഴും നാട്ടിൽ ഭയങ്കര മഴയാണ്, നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. അങ്ങനെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് 3 in 1 സ്വാഗതം. അപ്പോൾ ഞാൻ സുജിതയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. അതുപോലെ നമുക്ക് വേറെ കുറച്ച് മെൻഷൻസ് പറയാനുണ്ട്. അതായത് നമ്മൾ ഈ ഒരു 1 ഇയറിലേക്ക് നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. അതായത് നിതം കൺസൾട്ടൻസി നമുക്കായി ഒരുക്കി തരുന്ന ഹിറ്റ് മെലഡി ഡ്രീംസ്. ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർക്കും പാട്ട് പാടാൻ കഴിവുള്ളവർക്കും ഉറപ്പായിട്ടും മത്സരിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ 2 ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകൾ, അതായത് മലയാളത്തിലും തമിഴിലുമുള്ള പാട്ടുകൾ നിങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് hello@melodydreams.a സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ വരുന്ന എൻട്രീസിൽ നിന്ന് 5 പേരെ ആയിരിക്കും എല്ലാ മന്തും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഈ 5 പേർക്കുള്ളൊരു സ്പെഷ്യൽ ട്രീറ്റ് എന്താണെന്നല്ലേ, നമ്മളൊരു സെലിബ്രിറ്റി സിംഗറിനെ കൊണ്ടുവരുന്നുണ്ടാവും. ആ ഒരു സെലിബ്രിറ്റി സിംഗറിൻ്റെ കൂടെ ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റിൽ നിങ്ങൾക്ക് പാടാൻ പറ്റും. അതാണ് നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ്. ഉറപ്പായിട്ടും നമുക്കറിയാം UAE ഇഷ്ടം പോലെ പാട്ടുകാരുണ്ട്, പാട്ടിനെ സ്നേഹിക്കുന്നവരുണ്ട്, പാട്ട് പാടാൻ അവസരം കാത്തിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ശരിക്കും ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണിത്. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. hello@melodydreams.ae എന്നാണ് മെയിൽ ID. സോ ഇതിലേക്ക് നിങ്ങൾ എന്തായാലും സെൻഡ് ചെയ്യുക. 1 minute ഡ്യൂറേഷൻ ആയിരിക്കണം. അതിൽ കരോക്കെയോ ഒന്നും പാടില്ല. നിങ്ങളുടെ സ്വന്തം സൗണ്ടിൽ മാത്രം പാടി ആ ഒരു മധുരതരമായ ശബ്ദത്തിൽ പാടുന്ന പാട്ടുകൾ മാത്രമേ അയക്കാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായാലും ഇപ്പോൾ അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഈ പ്രാവശ്യം എന്തായാലും അയക്കുക. ഇനി അങ്ങോട്ടൊരു 1 ഇയറിലേക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എല്ലാ മന്തും നമ്മൾ ട്രൈ ചെയ്യുക. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുമല്ലോ. അപ്പോൾ എല്ലാ മന്തും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു അവസരം ഉണ്ടാവും. 5 ഗായകരെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീക്കെൻഡ് എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടുണ്ടാവും. യൂറോ കപ്പൊക്കെ കണ്ടിട്ട് കുറേ പേർക്കൊക്കെ സങ്കടമായിട്ടുണ്ടാവും, കുറേ പേർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും യൂറോ കപ്പടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളും ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മലപ്പുറം ആ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട്, എനിക്ക് ഈ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, അവിടെ ഓരോ പഞ്ചായത്തിലും ഓരോ ഫുട്ബോൾ ടീം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു മത്സരങ്ങളൊക്കെ ഇവിടെ UAE നടക്കാറുണ്ട്. ഈ ഓരോ പഞ്ചായത്ത് തമ്മിലുള്ള മത്സരങ്ങളുണ്ടല്ലോ, അതുവരെ ഇവിടെ UAE ഇപ്പം നടക്കുന്നുണ്ട് ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ KMFA പുതിയതായിട്ടൊരു ലോഞ്ചും അവരുടെ ഒരു ഫുട്ബോൾ എക്സ്ട്രാ വാഗൻസ എന്ന് തന്നെ പറയുന്നുണ്ട് അവർ. അത് നമുക്ക് ജൂലൈ 28 നമ്മുടെ സ്വന്തം വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ നടത്തുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ KMFA ആ ഒരു കംപ്ലീറ്റ് ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 40 yearsന് എബോവ് ആയിട്ട്
ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും, പക്ഷേ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഫിറ്റ്നസ്സിനോടും ഫുട്ബോളിനോടും എല്ലാം താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് KMFA ഈ ഒരു ഫുട്ബോൾ എക്സ്ട്രാ വാഗൻസ് നടത്താൻ പോകുന്നത് ജൂലൈ 28 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഫോൺ നമ്പേഴ്സ് തരുന്നുണ്ട്. നിങ്ങളുടെ പേരും മെയിൽ ID-യും ഫോൺ നമ്പറും വെച്ചിട്ട് ഇവർക്ക് ടെക്സ്റ്റ് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് തമ്മിലുള്ള ഒരു മത്സരം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ്, ഹെൽത്ത് റിലേറ്റഡ് ഈവൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ KMFA നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ശരിക്കും ഇവിടെ നമുക്ക് എപ്പോഴും തന്നെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ജോലി തിരക്കും അങ്ങനെ ഒരുപാട് സമയങ്ങൾ കിട്ടാറില്ല നമുക്ക്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോന്നിനും ചെല്ലുമ്പോഴാണ് നമുക്ക് പലരെയും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും നമ്മുടെ പണ്ടത്തെ കഴിവുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഇഷ്ടങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സോ അതിന് പറ്റിയ ഒരു ഇതായിരിക്കും KMFA എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് KMFA-യുടെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് അവർ നടത്തുന്നുണ്ട്. 28 ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മറക്കണ്ട ഡേറ്റ്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏകദേശം കുറേ അപ്ഡേറ്റ്സുകൾ പറയാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 7:30 to 8:30 വരെയാണ് ഞാനിവിടെ ഉണ്ടാവുന്നത്. വിളിക്കേണ്ട നമ്പർ 0423822491. വേഗം തന്നെ വിളിച്ചോളൂ. കൈ നിറയെ ചോദ്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഈ ചോദ്യം ചോദിച്ച് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ സമ്മാനം തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും എങ്ങനെയായിരുന്നു എന്നറിയില്ല, കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50 ഡിഗ്രിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ അടുത്ത് യൂഷ്വലി ഇപ്പം ഓക്കെ, നമുക്കപ്പോൾ ഒരു കോൾ കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു 3 in 1. ഇതാരാണ്? ഹലോ മാലിക്, എന്താണ് ഇത്ര താമസം? പറയൂ. ഹലോ, എന്ത് സൗണ്ട് ഇല്ലാത്തത്? എന്ത് പറ്റി? നിങ്ങളുടെ സൗണ്ട് എന്തോ കുറവുണ്ട്. എന്റെ സൗണ്ട് കുറവുണ്ടെന്ന് പറയരുത്. അല്ലേ, ആദ്യം പറഞ്ഞപ്പം ലോ വോളിയത്തിലാ കേട്ടത്. ആണോ? മാലിക്കിന്റെ വോളിയം കുറച്ച് വെച്ചുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, എന്റേത് ഫുൾ വോളിയം തന്നെയാണ്. ആണല്ലേ? എന്തിന്റെ വിശേഷം? ഇന്നെന്താ പഴംപൊരി കഴിച്ചിട്ടാണ് വന്നേ? ഫുൾ മഞ്ഞ. ഇത് കണ്ടിട്ട് പഴംപൊരിയുടെ കളറായിട്ട് തോന്നിയോ? ഇതൊരു ഓറഞ്ച് കളറായിട്ട് എനിക്ക് തോന്നിയത്. വേണമെങ്കിൽ മഞ്ഞയായിട്ട് തോന്നാം. അങ്ങനെ മഞ്ഞയായിട്ട് തോന്നണ്ട. ഇത് അപ്പുറത്തുണ്ടല്ലോ, അതാണ് മഞ്ഞ, യെല്ലോ. ഇപ്പുറത്ത് കണ്ടില്ലേ? ഇത് വേറെ. ഞങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കളർ ശേഷം ഷൈലാൻഡ് തിരിച്ചു വന്നോ? ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വീക്ക് ആയിരിക്കും വരുന്നതെന്ന്. ഓ, എന്താ ഒരു സന്തോഷം നോക്കണേ. എന്നാ വന്നത്? ഞായറാഴ്ച വെളുപ്പിന്. ആണല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ വന്നിട്ട്? നാട്ടിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിച്ചോണ്ടിരിക്കും. നാട്ടിൽ നിന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നേ? നാട്ടിൽ നിന്ന് മറ്റേ ബീഫ് പൊരിച്ചത്. കുഴപ്പമില്ല, പറ. പത്തിരി എന്ന് പറയും. അതറിയാം, അതൊക്കെ കുഴലപ്പം. അത് പിന്നെ എന്താണ് അലുവ. പിന്നെ നാങ്കട്ടായി എന്ന് പറയും, അതും സ്വീറ്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചക്ക, മാങ്ങ. ചക്ക എങ്ങനെ? മറ്റേ ചക്കപ്പഴം? അതെ, ചക്ക. ഓ, എനിക്ക് വയ്യ. സന്തോഷമായിട്ട് ഈ ഒരു മാസത്തെ ക്ഷീണം അങ്ങ് തീർക്കുവാണല്ലേ? അല്ലേ? അടിപൊളി. എന്നിട്ട് എന്താ വന്ന ആദ്യം എന്ത് ഫുഡാ ഉണ്ടാക്കിച്ചത്? ഒരു മാസമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞോണ്ട്. ഫുഡായിട്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല. ഇന്നലെ പൊറോട്ടയും ബീഫുമായിരുന്നു. പൊറോട്ടയും ചിക്കനും. ഓ, എനിക്ക് വയ്യ. ഇതന്നെയല്ലേ ഡെയിലി പുറത്തുനിന്ന് കഴിച്ചോണ്ടിരുന്നതും? അല്ലല്ല, ഞാൻ ഇതാണ് ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട്. ഫാസ്റ്റ് ഫുഡാണ് കഴിച്ചോണ്ടിരുന്നത്. നന്നായിരിക്കുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ പോയി നല്ല നാടൻ ഫുഡൊക്കെ കഴിപ്പിച്ചേനെ. മോശമായിപ്പോയി എന്നും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് എന്ത് പറഞ്ഞു ആന്റി കണ്ടിട്ട്? തടിച്ച് വലുതായി എന്ന് പറഞ്ഞു. അതാണ് നിനക്ക് വല്ല ഇതുണ്ടായിരുന്നോ? ഒരു മാസം നീ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല അപ്പോഴേ പറഞ്ഞില്ലേ?
ആ ആ, അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ കാണുന്നുണ്ടല്ലോ. എന്നാലും ആ മൊത്തത്തിലുള്ള ഒരു ആകൃതി കാണാൻ പറ്റില്ലല്ലോ. വലിയ വണ്ണം വെച്ചോ മെലിഞ്ഞോ? വ്യത്യാസമൊന്നുമില്ല പോയതിൽ നിന്ന്. ആണല്ലേ. ആന്റി എങ്ങനെ ഇരിക്കുന്നു? എന്റെ പോയിട്ട് വന്നിട്ട് വണ്ണം വെച്ചോ അതോ മെലിഞ്ഞു പോയോ? ഇവിടുത്തെ വിഷമം കാരണം കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. ആണോ? തിരിച്ചങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? എന്ത് തിരിച്ചങ്ങോട്ട് പറഞ്ഞോ മെലിഞ്ഞു പോയിന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയൊന്നും പറയൂലല്ലോ. അല്ല അത് പറയേണ്ട കാര്യമില്ല, എനിക്ക് കാണുമ്പോ മനസ്സിലാവും. ഓ, ആ മനസ്സിലായത് ഞാൻ എന്റെ ഉള്ളിൽ വെക്കും അത്ര തന്നെ അല്ലേ? അല്ലാണ്ട് ഞാൻ പറയൊന്നുമില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓക്കെ, ആന്റി ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ആന്റിനോട് വേറെ കോളിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. എന്താ ഇന്ത്യൻ 2 കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? കൊറേ റിവ്യൂ ഞാനിങ്ങനെ കേട്ടു. അപ്പൊ പിന്നെ ഞാനും കൺഫ്യൂഷൻ ആയി, പോണോ വേണ്ടയോ. അതായത് ഇന്ത്യൻ 1 അന്നത്തെ കാലത്തുള്ള ആ ഒരു ടൈം ഫ്രെയിമിലാണ് പടം എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ 2 ഇപ്പോഴത്തെ ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിലുള്ള, അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം. അത് മാത്രല്ല, പിന്നെ കമലഹാസന്റെ ലുക്കിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറയാൻ 1ലും 2ലും ഒരേ ലുക്ക് തന്നെയാണ്. ചില സീനുകൾ ഇഷ്ടപ്പെട്ടില്ല തന്നെയാണ്. ആണല്ലേ. ഓക്കെ, ഡിപ്പെൻസ്. പലർക്കും പലതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ എല്ലാരും ഓവർ ഹൈപ്പോട് കൂടിയാണ് പടം. മേബി മറ്റേതെന്ന് പറഞ്ഞാൽ ബാഡ് റിവ്യൂയിലേക്ക് പോകാനുള്ള കാരണം ആയിരിക്കാം നമുക്ക്. കാരണം ഇന്ത്യൻ കാണുമ്പോ ഉണ്ടല്ലോ നമുക്കൊരു ക്ലാസിക് ഫിലിം എന്ന് തോന്നും. പക്ഷെ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കുറെ ഇതൊക്കെ വരുന്നത്. നല്ലൊരു ഇതായിട്ട് തോന്നും നമുക്ക്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാരും ആ ഒരു മസാല പടങ്ങളല്ലേ ആഗ്രഹിക്കുന്നത്. അതെ, ആ ഒരു മോഡലുകൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അത് ബാക്ക് ഫെയർ ആയി. ആണല്ലേ. അപ്പൊ എന്തായാലും ഞാനൊന്ന് കണ്ടിട്ട് നോക്കാം. ഇപ്പൊ മാലിക് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തായാലും എന്റെ അഭിപ്രായം വെച്ചിട്ട് കാണണ്ട. നോക്കട്ടെ, പലരും പല അഭിപ്രായല്ലേ പറയുന്നേ. അപ്പൊ നോക്കണമല്ലോ, ഒരു മിക്സഡ് ഇതെന്ന് വരുമ്പോ നോക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. യെസ്, സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറ, അധികം ക്ഷീണിപ്പിക്കാതെ. സ്റ്റോപ്പ്. മൂവീസ് അല്ല, സ്പോർട്സ്. സ്പോർട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പോർട്സിൽ നിന്ന് ചോദിക്കാം. എങ്ങനെ യൂറോ കപ്പ് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. കാണില്ല. ഫുട്ബോൾ കാണാറില്ല? ഫുട്ബോള് അല്ല, ടൈമിന്റെ ഒരു വെയിറ്റ് ചെയ്ത് ആ സമയം വരെ ഇരുന്ന് കാണണം. അതാണ്. പിന്നെ രാവിലെ ഓഫീസ് ഞങ്ങളൊക്കെ പോയില്ലേ. ഓക്കെ, ചോദിക്കട്ടെ. ഇതിൽ ഏത് കായിക ഇനമാണ് ബ്രൂസ് ലീ പരിശീലിപ്പിക്കാത്തത്? പരിശീലിപ്പിക്കാത്തതല്ല, പരിശീലിക്കാത്തത്. ഓക്കെ, വിങ് ചുൻ, വൂഷു, ജീത് കുനേഹോ. ജീത് കുനേഡോ. ഓപ്ഷൻ സി. വീണ്ടും എന്നെ കൊണ്ടത് വായിപ്പിക്കുമല്ലേ. ജീത് കുനേഡോ. നന്നായി. ഊഷു ആണ്. യെസ്, പരിശീലിപ്പിക്കാത്തതായിരുന്നു. ഇത് ആദ്യമായിട്ടല്ലോ, നമുക്കിതൊരു സ്ഥിരമില്ലല്ലേ. കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും വിളിച്ച വിശേഷങ്ങളൊക്കെ പറയാന്നുള്ളതാണ് മെയിൻ ആയിട്ട്, അല്ലേ? അപ്പൊ എന്തായാലും ആന്റീനെ കൊണ്ട് വിളിക്കാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ കോളേഴ്സ് വിളിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ കോളേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ സന്തോഷമാണ്. കാരണം നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423822491. 8:30 വരെ ആയിരിക്കും ഞാനിവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ചൂടിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഒരു 2-3 ഓക്കെ, അപ്പൊ ചൂടിനെ പറ്റി പറഞ്ഞതിന് മുന്നേ ശൈലജയോട് സംസാരിക്കട്ടെ. ഹലോ ഹലോ, എന്തുണ്ട് വിശേഷം? കൊറേ നാളായല്ലോ നമ്മൾ കേട്ടിട്ട്.
കൊറേ നാളായി. ഷോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ ആയോ? കുഴപ്പമില്ല. ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലോ. 4-ാം തീയതി ആയിരുന്നു. എല്ലാം ശരിയായി? റെസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിരുന്നു? ഇപ്പഴും കണ്ണിൽ ഒഴിക്കണം മരുന്ന്. അതുണ്ടാവൂല്ലോ, അതിന് കൊറേ നാളത്തേക്ക് ഉണ്ടാവില്ലേ? അല്ല, 6 ആഴ്ച ആണല്ലേ? ഓ, എങ്ങനെയുണ്ടായിരുന്നു സർജറി ചെയ്തപ്പോഴൊക്കെ? കുഴപ്പമില്ല. എനിക്കൊരാളവിടെ കൂട്ടുണ്ടായിരുന്നല്ലേ, അതാരും റിലേഷനിൽപ്പെട്ട ആരും ഇല്ല. എനിക്കൊരു ജോലിക്കാരി ഉണ്ട്, ഞാൻ പോകുമ്പോ വരും. പിന്നെ അങ്ങനെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തല്ലോ? റെസ്റ്റ് എടുത്ത് ഇപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറും. അതാണ് നല്ലത്. വേണ്ട, കാരണം അത്രയും ചൂടൊക്കെ അടിച്ചിട്ടേ ഇതാവണ്ട പിന്നെ. അതെ അതെ, കാരണം എന്റെ മദറിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടും ആൾക്ക് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കണ്ണില്, അതെ, പിന്നെ അങ്ങോട്ടൊരു ഇറിറ്റേഷൻ ആണ് എപ്പോഴും കണ്ണില്. അതൊന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ അറിയില്ലല്ലോ. അതാണ് പ്രോപ്പർ റെസ്റ്റ് എടുക്കാണ് ഏറ്റവും നല്ലത്. ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഇവിടെ വന്ന് മാലികിനെ കണ്ടിട്ട് എന്ത് തോന്നി? തടിച്ചെന്ന് പറഞ്ഞു? കുഴപ്പമില്ല, അത് എല്ലാ നേരവും വെളിയിൽ നിന്നല്ലേ കഴിക്കുന്നത്. പോയത് ഞങ്ങള് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂട്ടോ, പിന്നെ ഗ്യാസ് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. കൊള്ളാം. ഇത് മറ്റേ സിനിമയില് മോഹൻലാല് ഗ്യാസ് കത്തിക്കുന്ന പോലെ ഉള്ളു, ഒരറ്റത്ത് വന്നിട്ട്. അത് തന്നെ, അത് ഒന്നും അറിഞ്ഞൂടല്ലോ. അതെന്തായാലും കൊള്ളാം. ഞങ്ങള് ചോദിക്കും പറയാം, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു, ചിലപ്പോ കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം. എല്ലാ നേരവും വെളിയിൽ നിന്ന് കഴിച്ചാലും കൊള്ളൂല. അതെ അതെ അതെ, നമ്മളെ നാടൻ ആഹാരം അല്ലേ. അതാ, ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ശരിയാക്കാം. കൊള്ളാം. എന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെ? നാട്ടില് ഭയങ്കര മഴയല്ലേ? ഞാനുള്ളപ്പോ അങ്ങനെ പെരുമഴ ഇല്ലായിരുന്നു. ഇപ്പതാ പെരുമഴ. ഇപ്പതാ 2-3 ദിവസമായിട്ട് ഭയങ്കര ഇത് കേൾക്കുന്നു. ഭയങ്കര ചൂടും. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ചൂടില്ല. ഇല്ലായിരുന്നു. എല്ലാരും പറയണ്ട് ഹ്യൂമിഡിറ്റി പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടിയെന്ന്. കൊള്ളാം. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടപ്പോ എന്ത് തോന്നി? എനിക്ക് അവന്റെ അടുത്ത് വരുമ്പോ അതൊരു മോന്റെ അടുത്ത് വന്ന സമാധാനം. ശരിക്കും പറഞ്ഞാൽ കമ്പയർ ടു നമ്മുടെ ദുബായിനേക്കാൾ എനിക്ക് തോന്നുന്നു അബുദാബിയിലും അലയിലും കുറച്ചും കൂടെ ചൂട് കൂടുതലാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അലയിൽ പോയപ്പോഴും എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ തീരെ ഇതൊന്നും ഇല്ലല്ലോ, മൊത്തം കെട്ടിടങ്ങൾ മാത്രമല്ല, അപ്പൊ ഇവിടെയാണ് കൂടുതലെന്ന് വിചാരിക്കും. പക്ഷെ അവിടെയൊക്കെ നല്ല ഇതുണ്ട്. കൊള്ളാം. എന്നിട്ട് നാട്ടിൽ പോയിട്ട് ഇറങ്ങാൻ പോവാൻ പറ്റിയില്ലോ അല്ലേ? ഫുൾ ടൈം റെസ്റ്റ് തന്നെ. ആദ്യം 8-ാം തീയതി നിശ്ചയിച്ചിട്ട് പിന്നെ 14-ാം തീയതി ആക്കി. അങ്ങനെ അപ്പൊ അതിനു മുമ്പൊക്കെ പോയി. അതിനു മുന്നേ എല്ലായിടത്തും പോയി തീർത്ത് റൗണ്ട് അടിച്ച് വെച്ചു. അല്ല, കാണേണ്ടവരും ഉണ്ട്, ഇത്തിരി പ്രായമുള്ളവരെയൊക്കെ നമ്മൾ പോയി കാണണമല്ലോ. എന്തായാലും എല്ലാം സന്തോഷമായിട്ട് സമാധാനമായിട്ട് തിരിച്ചു വന്നു. ഞങ്ങളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. 1 മാസത്തേക്ക് ഉണ്ടല്ലോ വീട്ടിന്റെ അടുത്താണ് ഈ ഹോസ്പിറ്റൽ. ആണോ? വെള്ളയമ്പലം. എവിടെ? ഏത്? വെള്ളയമ്പലം എന്ന് പറയും. അയ്യോ, ഏത് ഹോസ്പിറ്റലായിരുന്നു അത്? അഗർവാൾ. പുതിയതാണ്? 4-5 വർഷമായി. ആണോ? നിങ്ങളെ നിരഞ്ജന്റെ വീട്ടിന്റെ നമ്മൾ നിരഞ്ജൻ ബ്രോയിന്റെ അടുത്താണ്. ആ ഹോസ്പിറ്റലിലായിരുന്നോ സർജറി? നിരഞ്ജൻ ബ്രോ ഇവിടുന്ന് പറയണ്ട. എനിക്കറിയാം വെള്ളയമ്പലത്തുള്ള ഹോസ്പിറ്റലല്ലേ. കൊള്ളാം. അപ്പൊ നിങ്ങളെവിടെ വീടെന്നൊക്കെ എല്ലാം നേരത്തെ അറിഞ്ഞല്ലേ? എനിക്ക് നിരഞ്ജൻ ബ്രോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും നന്നായി, നമുക്കും സന്തോഷമായി. ഇനിയിപ്പം ഒരു ദിവസം പയ്യെ ചൂടൊക്കെ മാറിയിട്ട് ഒരു ദിവസം കൂടെ വന്നാ മതി. ഇവിടെ ഇപ്പൊ നമ്മളും എല്ലാരും വെക്കേഷനിലാണല്ലോ, അപ്പം പയ്യെ എല്ലാരും ഒക്കെ വന്നിട്ട് മതി. കാരണം സ്കൂള് വെക്കേഷൻ അല്ലേ, അപ്പൊ പിന്നെ എല്ലാവർക്കും ആ ഒരു സമയം കിട്ടത്തുള്ളൂ നാട്ടിലൊക്കെ പോയി സമാധാനം ഇരിക്കാനും. അതെ, വേറൊരു പ്രോഗ്രാം ആണല്ലോ വണ്ടർ വിമൻ. അതെ. ഇങ്ങനെ പുതിയ പരിപാടികളൊക്കെ വരുന്നുണ്ട്. വേറെ പുതിയ പ്രോഗ്രാംസും വരുന്നുണ്ട്. ടോക്ക് ടു ദ ടൗൺ, അങ്ങനെ ഒരുപാടുണ്ട്. സാറ്റർഡേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടോക്ക് ഓഫ് ദ ടൗൺ എന്നും പറഞ്ഞിട്ട് പുതിയൊരാളെ കൊണ്ടുവന്നിട്ട്, നമ്മൾ യൂഷ്വലി ഇപ്പം ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവരെ വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട് UBL. പിന്നല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മാറി ചോദിക്കുന്നുണ്ട് എല്ലാവരും. അതാണ് ശൈലന്റി ഞാൻ മുന്നേ പറഞ്ഞോണ്ടിരുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ളവർ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഡെയിലി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഓർമ്മ ഉണ്ടോ? മറന്നുപോയോ? ഇന്നലെ വിളിച്ചിരുന്നല്ലേ? അപ്പൊ ഇനി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം.
സ്റ്റോപ്പ്. സ്റ്റോപ്പ്. യുവർ ചോയ്സ്. കണ്ട ചലഞ്ച് വന്നതുകൊണ്ടാണ് ആ ഒരു സ്വന്തം ചോയ്സിലേക്ക് ഞങ്ങൾ വിട്ടു തന്നത്. ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഏതാണ്ട് ഇമേജ് നോക്കാം. ശരി, കുറെ നാളെ ഞാനും ഇമേജ് കണ്ടിട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇമേജിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. നമുക്ക് ഗെയിം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മൾ വിളിച്ച വിശേഷം പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇമേജ് നോക്കിക്കോളൂ ശൈലന്റി. ഈ വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്, രാഷ്ട്രീയം, സിനിമ. ആരായിരിക്കും ഇത്? സിനിമയാണോ? ശൈലന്റി പറഞ്ഞാൽ തെറ്റാറില്ല. സിനിമയാണോ? ആണോ? ഉറപ്പിക്കട്ടെ? നോക്കാം. സിനിമ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യ. കറക്കി കുത്തിയാലും ഒരു ഇത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആണല്ലേ. എന്താ ഒരു ഇത്. ഓക്കെ, അപ്പൊ അടുത്തത് വീണ്ടും സ്റ്റാർട്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടിപ്പിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ വീലിന്. സ്റ്റോപ്പ്. ഇത് ജി കെയിൽ വന്നു. എനിക്ക് വയ്യ. ജി കെ വന്നു. അപ്പൊ ജി കെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ജി കെ ഒക്കെ പൊടി തട്ടി എടുക്കണ്ടേ? ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫ്ലോയിലാവണമല്ലോ. നോക്കാം ജി കെന്ന് എന്ത് ക്വസ്റ്റ്യനാ വരുന്നെന്നുള്ളത്. ഓക്കെ, സൂയിസ് കനാൽ തുറന്ന കാലഘട്ടവും വർഷവും ഏതാണ്? 1960 AD അല്ല 1860 AD. ഓ, AD ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും കഷ്ടായി പോയി. 1860 AD, 1869 AD, 1896 BC. ഇത് ഊഹിച്ച് പറയാനേ പറ്റും. ഓപ്ഷൻ ബി 1865 AD. അല്ല, ഈ ഉത്തരം ഊഹിച്ച് പറയാനേ പറ്റും. 69 ആണത്, 65 അല്ല. ആ, ഊഹിച്ചാൽ മതി. നമുക്കും ഊഹിക്കാനേ പറ്റുള്ളൂ. എനിക്ക് വയ്യ. ഈ ഊഹമൊക്കെ ഭയങ്കര സംഭവമാണല്ലോ. കറക്റ്റാണ്. എന്റെ അമ്മോ, അതെന്തറിയോ, ഒരെണ്ണം AD, ഒരെണ്ണം BC. ഓക്കെ. ആ ഒരു ടെക്നിക്ക് ഭയങ്കര സംഭവമാണല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന അതെനിക്ക് മനസ്സിലായി. അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ജി കെ. വീണ്ടും ജി കെ. വെറുതെ വിടില്ല ഞാൻ. AD BC വരെ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടല്ലോ, ഗിഫ്റ്റ് കിട്ടിയാ വരുമോ അങ്ങോട്ട്? ഓക്കെ, നമുക്ക് നോക്കാം. സിക്കിം ഇന്ത്യയുടെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓക്കെ, മിസോറാം, മേഘാലയ, വെസ്റ്റ് ബംഗാൾ. സിക്കിം, മിസോറാം, മേഘാലയ, മിസോറാം. ഓക്കെ, നമുക്ക് നോക്കാം. മിസോറാം. നമുക്ക് നോക്കാം കറക്റ്റ് ആവോ എന്നുള്ളത്. എന്തായാലും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റ് ആവണ്ട, ഒന്നും പറയാനില്ല എനിക്ക്. പോയി. വെസ്റ്റ് ബംഗാൾ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഇനിയിപ്പൊ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. കറക്റ്റ് ആയി എന്ത് ചെയ്യോ, വരുമോ ഇല്ലയോന്നൊന്നും ഇനി ചോദിക്കണ്ടല്ലോ. അതെ. എന്തായാലും വിളിച്ച് വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. ഒരുപാട് സന്തോഷം ശൈലന്റി. കുറെ നാളായി സംസാരിച്ചിട്ട് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൾ ഉണ്ടോ? ഓക്കെ, അപ്പോൾ വേഗം തന്നെ വിളിച്ചോളുക. 0423824991 ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8:30 വരെ ആയിരിക്കും ഞാനിവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചൂടിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹ്യൂമിഡായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നൊരു സർക്കുലർ എന്ന് പറഞ്ഞാൽ കഴിവതും നിങ്ങൾ പുറത്തിറങ്ങാൻ. ഹ്യൂമിഡിറ്റിയുടെ മലയാളമൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനുള്ള ഇതറിയത്തില്ല. അങ്ങനെ എനിക്ക് വരത്തില്ല, അറിയാൻ വയ്യാഞ്ഞിട്ടാ, അതുകൊണ്ടാ. ഓക്കെ, എൻ്റെ അടുത്ത് നിരഞ്ജൻ ബ്രോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമിഡിറ്റിയുടെ മലയാളം എന്താന്ന്. ഈർപ്പം എന്ന് പറയുമോ? കറക്റ്റായിട്ട് അറിയത്തില്ല.
ഓക്കെ ഫൈൻ. എന്തായാലും അപ്പൊ എന്താന്ന് വെച്ചാല് കഴിവതും നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക ഈ സമയത്ത്. കാരണം ഉച്ചയാണെന്നില്ല, രാവിലെ ആണെങ്കിലും ഈവൻ കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും നല്ല ചൂടാണ്. ഏകദേശം ഒരു 50 ഡിഗ്രി ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ കഴിവതും പുറത്തിറങ്ങാതിരിക്കാൻ തന്നെയാണ് ഇന്നും ഇപ്പൊ ന്യൂസിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറ്റ് സ്ട്രോക്സ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പലപ്പോഴും ആ ഒരു ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്താ പറയുക, വേണ്ട വിധത്തിൽ ഫുഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം അത്രയും ചൂടും കൂടെ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. ഹീറ്റ് സ്ട്രോക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഫെയിൻറ്റിങ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതായത് തലകറങ്ങി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിവതും പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുക. വീക്കെൻഡ്സിലുള്ള ഔട്ടിങ് പരമാവധി കുറയ്ക്കുക. കുറച്ചൊരു ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിൻ്റർ ആവുമല്ലോ, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇൻഡോർ ആയാലും ഇഷ്ടം പോലെ പ്ലേസസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വെക്കേഷൻ ആണ്, അപ്പോൾ അവരെ വീട്ടിൽ പിടിച്ചിരുത്താനും പറ്റില്ല നമുക്ക്. പക്ഷെ എന്നാലും ഇൻഡോർ ഒരുപാട് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ നമ്മുടെ അൽക്കൂസിലൊക്കെ ആയാലും ഇൻഡോർ പാർക്കൊക്കെ ഒരുപാടുണ്ട്. ഷാർജയിൽ ഒരു ഡെസേർട്ട് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഇൻഡോർ. അപ്പോൾ ഇവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ അടുത്തിടയ്ക്ക് നമുക്ക് വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ UAE-ലെ. ഓക്കെ, അപ്പം ഞാൻ വിശേഷം അത് കഴിഞ്ഞിട്ട് പറയാം. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആഹാ, എന്ന് പറയുന്നു ശശിയേട്ടാ. കുറെ നാളായാലും ഇടയ്ക്ക് പിന്നെയും ഗ്യാപ്പിട്ട് പോയത്. ഇങ്ങനെ ജനങ്ങൾക്ക് വിളിക്കാൻ അവസരം കൊടുക്കണ്ടേ, നമ്മളെന്നെ വിളിച്ചാൽ ശരിയാവില്ലല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വയ്യ, ജനങ്ങൾക്കൊക്കെ അവസരം കൊടുത്തു കഴിഞ്ഞ് ഇന്നിപ്പോ ഒന്ന് വന്നത്. എന്താണ് എന്നിട്ട് വീട്ടിൽ എന്തൊക്കെ ഉണ്ട്? വീട്ടിലിങ്ങനെ ചൂടായോണ്ട് പുറത്തൊന്നും ഇറങ്ങില്ല, അകത്ത് തന്നെ ഇരിക്കുക. നന്നായി. ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ പുറത്തിറങ്ങണ്ടാന്ന്. നല്ല ചൂടുണ്ട് പുറത്ത്, ഭയങ്കര ചൂടാണ്. ഈ സമയത്ത് പോലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി ആണ്. എങ്ങനെയുണ്ട് കമ്പയർഡ് ടു ഞങ്ങളുടെ ദുബായിലേക്കാളും നിങ്ങൾക്ക് അവിടെ ഭയങ്കര ചൂട് കൂടുതലല്ലേ എന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് പോകുമ്പോ എന്ത് തോന്നുന്നു? ഞാൻ ദുബായിൽ വന്നപ്പോൾ ചൂടുണ്ടായിരുന്നു, എന്നാലും ഇവിടെ ഓരോ ദിവസം ചിലപ്പോ കൂടും ചിലപ്പോ കുറയും. ആണല്ലേ? എനിക്ക് വയ്യ. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന നമുക്ക് ഇവിടെ ആയിരിക്കും കൂടുതലെന്ന് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പയർഡ് അവിടെ ആയിരിക്കും കുറച്ചുകൂടെ ചൂട് കൂടുതലെന്ന്. എന്താണ് ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ അടുത്ത മാസം പോണമെന്നുണ്ട്. അടുത്ത മാസം? അതായിരിക്കും നല്ലത്. ഇപ്പൊ പോയാൽ നല്ല മഴയാണ്. ഇവിടുന്ന് നമ്മൾ ചെല്ലാൻ പോകുന്നത് നല്ല മഴയത്തേക്കാണ് അല്ലേ? നാട്ടില് ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാന്ന് പറയുന്നുണ്ട്. അത് മാത്രല്ല, വെക്കേഷനിൽ ആൾക്കാരൊക്കെ പോയിട്ട് അന്നേരം നമ്മള് അതിലേക്ക് വെക്കേഷൻ ഇല്ലാത്ത നമ്മളെന്തിനാ പോകുന്നു? നമുക്ക് സമാധാനമായിട്ട് പോയി. സത്യം പറഞ്ഞ ടിക്കറ്റ് റേറ്റ് ആയിരുന്നു. ഞാനിപ്പോ നാട്ടിൽ പോവാനായിട്ട് ടിക്കറ്റും വില കുറവായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കുറവായിരിക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുക, എന്നാണ് കുറയുന്നത് എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട്. ചിലരൊക്കെ എനിക്കൊന്ന് പോവാൻ ടിക്കറ്റ് എടുക്കും, തിരിച്ചു വരാനുള്ള ടിക്കറ്റ് എടുക്കുകയില്ല, പിന്നെ നോക്കാന്ന് വിചാരിക്കും. അതെ. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ചേച്ചി എന്ത് പറയുന്നു? ചേച്ചി സുഖമായിരിക്കുന്നു. കൊള്ളാം. അപ്പൊ നമുക്ക് ഗെയിം ഒക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നു. ആണല്ലേ? കണ്ടിട്ടും മിണ്ടാതിരിക്കുകയാണ് അവിടെ. അത് മോശമാണ്. ചേച്ചിയോട് പറഞ്ഞേക്കോട്ടോ. ഇന്നലെ വിളിച്ചിരുന്നു. ആണോ? നൈസ്. അതാണ്, നിങ്ങൾ വിളിച്ചു തുടങ്ങിക്കോളൂ. ഇനി ചേച്ചിയോട് പ്രത്യേകിച്ച് പറയേണ്ടി വരും വിളിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ചേട്ടാ നമുക്ക് ഗെയിമിലോട്ട് പോവാം. സ്റ്റാർട്ട്. ഇപ്പൊ നല്ല ഉഷാറായിട്ട് ഓടുന്നുണ്ട്. സ്റ്റോപ്പ് പറഞ്ഞു. മൂവീസ് വന്നു. GK അല്ല, മൂവീസ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂവീസിൽ നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ ലാസ്റ്റ് കണ്ട മൂവി? ആവേശത്തിൽ നിർത്തി എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ആവേശമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ ചോദിച്ചപ്പോ എങ്ങാണ്ട് ആവേശം എന്നാ പറഞ്ഞത്. അപ്പൊ അത് തന്നെ ആയിരിക്കുള്ളൂ. കണ്ടോ, നിങ്ങൾ രണ്ടുപേരൊക്കെ കൂടുതൽ എനിക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എന്താന്നുള്ളത് മൂവീസിന്ന്. ഓക്കെ, പഴയ പടാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ. ദ 39 സ്റ്റെപ്സ് എന്ന ത്രില്ലർ സിനിമയുടെ സംവിധായകൻ ആരാണ്? 39 സ്റ്റെപ്സ്. എന്തൊരു സന്തോഷം 39+ എന്ന് കേട്ടപ്പോ. സംവിധായകനാണ്. അതെ. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ക്ലോഡ് കബ്രോൾ, ബ്രയാൻ ഡെ പാൽമ. കുത്ത്. ഓപ്ഷൻ ബി. ക്ലോഡ്
എന്താ പേരെന്നെ മനസ്സിലാവുന്നില്ല. ആ സത്യം, ഞാനും പിന്നെ പിന്നെ ഇങ്ങനെ വായിച്ചോണ്ട് എന്തായാലും ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആയിരുന്നു. തന്നെ പറഞ്ഞത്. ഞാനിവിടെ ഓരോന്ന് ഈ ചില പേരുകൾ ഉണ്ടല്ലോ നമുക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് വരില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ഇവിടെ നിന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, ഇങ്ങനെയല്ല പറയേണ്ടത്. പക്ഷെ എന്താ പറയാ, നമുക്ക് ചിലതൊന്നും വായിൽ വരുന്നില്ല കറക്റ്റ് ആയിട്ട്. അങ്ങനെ അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചത്. ചേച്ചിയോട് വിളിക്കാൻ പറയും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരു കോളും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു 3 in 1. ഇതാരാണ്? ഓ എനിക്ക് വയ്യ. പ്രണവൻ, പുണ്യ എന്ത് പറയുന്നു? ഒരാള് പറ. ഓരോരുത്തരോടായിട്ട് ഞാൻ ചോദിക്കുള്ളൂ. പ്രണവ് എന്ത് പറയുന്നു? പുണ്യകുട്ടി എന്ത് പറയുന്നു? ഐ, അടിപൊളി. രണ്ടുപേരും പാട്ട് പാടിയിട്ട് നമ്മുടെ മെലഡി ഡ്രീംസിൽ അയച്ചോ? എന്താ ഇല്ലാത്ത? പ്രണവ് എവിടെ? എന്താ അയക്കാത്ത പ്രണവേ? നാളെ അയക്കണം എന്നല്ലേ, നാളെ തന്നെ അയക്കണം കേട്ടോ. ആ മറക്കരുത്. വെക്കേഷൻ അല്ലേ? എന്താ പരിപാടി എന്നിട്ട് വെക്കേഷന്? ടിവി കാണും. ഫുൾ ടൈം ടിവി കാണും, കളിക്കും. ടിവി കാണും, കളിക്കും, കളിക്കും, ഉറങ്ങും, ടിവി കാണും, ഫുഡ് കഴിക്കും. ഈ 4 എണ്ണല്ലേ ഉള്ളൂ? ആ, അടിപൊളി. ഇതിൽ എന്ത് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ നേരം കണ്ടോണ്ടിരിക്കുന്നത്? ഏത് കാർട്ടൂണാണ്? ഈശ്വരോ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്താന്ന്? ഹൊറോറോ ഓർ ഫെറോറോ? കൊറോറോ. ഓ അടിപൊളി. അത് ആരുടെ കാർട്ടൂണാ? പെൻഗ്വിന്റെ ആണോ? നല്ല കുട്ടിയാട്ടോ. ഈ ടിക്ടോക്ക് ഷോർട്സ് ഒക്കെ കാണാൻ നിക്കാറുണ്ടോ? ആ കാണുമല്ലേ? അടി വാങ്ങിക്കൂട്ടോ ഇനി അടുത്ത പ്രാവശ്യം തൊട്ടിട്ട്. ഞാൻ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം ചാനലല്ലേ? ഞാൻ അതല്ല ചോദിച്ചത്. ടിവിയിൽ ടിക്ടോക്ക് ഷോർട്സ് ആയിട്ട് കാണാറുണ്ടോന്ന്? നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഇതൊക്കെ വരത്തില്ലേ, അത് കാണാറുണ്ടോ? ആണല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. ടിക്ടോക്ക് ഷോർട്സ് കാണണ്ട, നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് കാണാട്ടോ. ആ ശരി, പോട്ടെ. യൂട്യൂബ് ചാനലിലെ പുതിയ കണ്ടന്റ് എന്താണ്? ആ അച്ഛൻ ഒരാള് പറയൂ, ഫോണിന്റെ അടുത്ത് വന്നിട്ട് പറയൂ. അച്ഛൻ എന്താ പറഞ്ഞത്? പോയി, അത് തീർന്നു. അച്ഛൻ അവിടെ നിന്ന് എന്തോ കണ്ണുരുട്ടി പേടിപ്പിച്ച് ഇപ്പൊ കഴിഞ്ഞു അല്ലേ? ചേട്ടന്റെ അടുത്ത് പറയണോ? പാട്ട് പാടാനല്ലേ? കോണ്ടന്റ് എന്താ ഉണ്ടാക്കണ്ട അറിയില്ല. ഓ, കോണ്ടന്റ് ഉണ്ടാക്കാൻ അച്ഛൻ വരണോ അല്ലേ? അച്ഛനോട് ഉണ്ടാക്കി തരാൻ പറ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിടണ്ടേ? ആ, നിങ്ങളിപ്പോ വെക്കേഷനും കൂടെ അല്ലേ, നിങ്ങൾക്കും കൂടെ ഒന്ന് ആലോചിച്ചുകൂടി. എന്തെങ്കിലും പുതിയ കുക്കിംഗ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ആയിട്ടോ പുതിയ ഗെയിം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തിങ്ക് ചെയ്തൂടെ? ഈ വെക്കേഷൻ ടൈമിൽ കളിക്കാൻ പറ്റിയ ഗെയിംസ് എന്തൊക്കെയാണ്, എന്താ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ്, ഇങ്ങനെയൊക്കെ ഒരു കോണ്ടന്റ് ഉണ്ടാക്ക്. അതാണ്. അതാ, എത്ര നല്ല ചൂടും കൂടാണ് ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസുകള്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ചിന്തിക്കിട്ട നാളെ തൊട്ട്. എന്നിട്ട് ഞാൻ ഇനി നോക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് വീക്ക് വിളിക്കുമ്പോ ഞാൻ ചോദിക്കാം എന്തൊക്കെ ഈ വീക്ക് അപ്ലോഡ് ചെയ്തോന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി പുണ്യം വിളിക്കുവോ എന്നെ? ഞാൻ പാട്ട് പാടിച്ചില്ല ആരെ കൊണ്ടും. പാട്ട് പാടിക്കട്ടെ? പിന്നെയോ? അതെന്താ പിന്നെ? പിന്നെ ഒന്നും പറ്റില്ല. പിന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീക്ക് വെയിറ്റ് ചെയ്യണ്ടേ? പറ്റൂല. ആരെങ്കിലും ഒരാള് പാട്ട് പാടും. ചേട്ടൻ പാട്ട് പാടോ? ഞാൻ ചേട്ടന്റെ കൊടുക്ക. ഏതെങ്കിലും പാട്ട് പാട്. പാട്. ഞാനും പാടാം. തുടങ്ങിക്കോ.
റെഡി 1 2 3 സ്റ്റാർട്ട്. ഷോ നാശം, ഇത് വെറുതെ വിടില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്. 2 ലൈൻ പെട്ടെന്ന്. എന്ത് എന്ത് ശരി പോട്ടെ, ഞാൻ ഇനി അധികം വിഷമിപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ച വിളിക്കുമ്പോഴേക്കും പാട്ടൊക്കെ സെറ്റ് ആക്കി വെച്ചോണം കേട്ടോ. ആ ഓക്കെ, ഗുഡ് ബോയ്. അതാണ് നല്ല കുട്ടിയാട്ടോ. First things first, I'ma say all the words inside my head. I'm fired up and tired of the way the things have been. Oh, ooh, the way the things have been. Oh, ooh. Second thing second, don't you tell me what you think that I could be. I'm the one at the sail, I'm the master of my sea. Oh, ooh, the master of my sea. Oh, okay. ബാക്കി എന്താ പാടത്തെ? അടിപൊളി, എനിക്ക് വയ്യ, ഇത്രയും പാടിയല്ലോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. Thank you. ഇത് ആക്ച്വലി ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ചെറിയ ചെറിയ ആൾക്കാർ എന്റെ വീട്ടിലുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ പാടുന്ന പാട്ടാണ്. ഞാൻ എപ്പോഴെങ്കിലും ഇത് പാടുമ്പോൾ ചോദിക്കും, ഇങ്ങനെ ഇതൊക്കെ ഈ പാട്ട് അറിയാൻ നിങ്ങൾക്കൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ സോങ് മാത്രമായിട്ട് ഇതാക്കിക്കണല്ലേ? ആ നൈസ് ആയിട്ടുണ്ട്, അടിപൊളി കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് വീക്ക് വിളിക്കുമ്പോ പാടാൻ പറയുമ്പോഴേ പാടിക്കോണം. ഓക്കെ, നേരത്തെ തന്നെ പാട്ടൊക്കെ സെറ്റ് ആക്കി വെച്ചോണേ. ഓക്കെ, അപ്പൊ നാളെ തന്നെ മെലഡി ഡ്രീംസിൽ അയക്കണം, മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോകാം. സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു. സ്റ്റാർട്ട്, സ്റ്റോപ്പ്. കാണുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പോകാം, കാരണം ഓഡിയോ ആണ് കാറ്റഗറി വന്നത്. ഒന്നുകൂടെ സ്റ്റാർട്ട്. പുണ്യക്കുട്ടി സ്റ്റോപ്പ് പറയോ? സ്റ്റോപ്പ്. പ്രണവ് സ്റ്റാർട്ടും പറ, പുണ്യ സ്റ്റോപ്പും പറഞ്ഞു കേട്ടോ. ഓക്കെ, പൊളിറ്റിക്സ് ആണ്. അച്ഛനുണ്ടോ അടുത്ത്? അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? പൊളിറ്റിക്സ് ആണ് കാറ്റഗറി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ചോദിക്കട്ടെ? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. അച്ഛനെ അടുത്ത് കൊണ്ട് വിളിച്ച് നിർത്ത്, അച്ഛനോട് കേൾക്കാൻ പറ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന 2024 പവൻ കല്യാൺ മത്സരിച്ച് വിജയിച്ച നിയോജക മണ്ഡലം ഏതാണ്? അതായത് ഈ വർഷം പവൻ കല്യാൺ മത്സരിച്ച് വിജയിച്ച നിയോജക മണ്ഡലം ഏതാണ്? പെദ്ദാപുരം, പാർവതിപുരം, പിതാപുരം. ഇതിലേതോ ഒരു പുരമാണ്. ഏത് പാർട്ടിയാണെന്നാണോ? അല്ല, ഏത് നിയോജക മണ്ഡലമാണ്, ഏത് കോൺസ്റ്റിറ്റ്യുവൻസി? പെട്ടെന്ന്. പെത്രാപുരം, പാർവതിപുരം, പിതാപുരം. പിതാപുരം. ഓക്കെ, പ്രണവ് തന്നെയാണോ പറഞ്ഞത്? അച്ഛനാണോ പറഞ്ഞത്? അപ്പൊ നമുക്ക് തെറ്റി അച്ഛനിട്ട് കൊടുക്കാം. കറക്റ്റ് ആൻസർ, അടിപൊളി. അച്ഛൻ അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നോക്കിയിട്ടാണോ പറഞ്ഞേ? അല്ലല്ല. ഓക്കെ, അപ്പൊ ഇനി സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട്. പുണ്യക്കുട്ടിയാണോ സ്റ്റാർട്ട് പറയുന്നേ? അയ്യോ, നമ്മുടെ വീല്. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞല്ലോ അല്ലേ? സ്റ്റോപ്പ്. ഓക്കെ, സ്പോർട്സ് ഇഷ്ടല്ലേ? സ്പോർട്സ് ആണ്. കുറച്ച് ആശ്വാസം വന്നു പ്രണവിന്. ഏത് സ്പോർട്സാ ഇഷ്ടം? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ? എന്താ ഇഷ്ടം? ഫുട്ബോൾ ആണ്. അടിപൊളി. അതിപ്പോ ക്വസ്റ്റ്യൻ ആയിപ്പോ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബില്യാർഡ് എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഫ്രാൻസ്. എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഏത് കൺട്രിയിൽ നിന്നാണ്? ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം. ബില്യാർഡ് പെട്ടെന്ന് പറയണം, ഗസ് ചെയ്യുക. ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം. ഫ്രാൻസ്. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത്. ഇത് വെച്ചാണോ പറഞ്ഞു തന്നെ? ഗസ് കറക്റ്റ് ആയി. കറക്റ്റ് ആൻസർ. എന്താ ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിനുള്ളിൽ കൃത്യമായിട്ട് പറയണേ. ഓക്കെ, പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഒരു മിനിറ്റ്. ഓക്കെ,
GK. ഓക്കെ അല്ലേ? Okay. അപ്പൊ GK ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ, ശ്രദ്ധിച്ച് കേട്ടോണം. Okay. ഓക്കെ. സൽമാൻ ഖുർഷിദ് എന്ന ഏത് മന്ത്രി പദത്തിലാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്? സൽമാൻ ഖുർഷിദ്. ഓക്കെ. വിദേശകാര്യം, ഗതാഗത വകുപ്പ്, മുഖ്യമന്ത്രി. സൽമാൻ ഖുർഷിദ്. വിദേശകാര്യം. ആൻസർ പറഞ്ഞാണോ? ഓക്കെ. ഇതാരാ പെട്ടെന്ന് പറഞ്ഞത്? അമ്മ. കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓ അടിപൊളി. എനിക്ക് വയ്യ. അപ്പൊ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പൊ എന്തായാലും 800-825-825 വിളിച്ചിട്ട് എന്താണ് ഓക്കെ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറച്ചു നേരം നിന്ന് ഷോയിൻ ചെയ്യാൻ പറ്റും. ഉജാലയുടെ ഒരു ഗിഫ്റ്റ് നമ്പറും ഉണ്ടാവും. ഓക്കെ. അപ്പൊ വിളിച്ച് എന്തായാലും കൺഫേം ചെയ്യണം. ഗിഫ്റ്റ് കളക്ട് ചെയ്യാനും വരണം കേട്ടോ. ഷോ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ ബൈ ബൈ. അപ്പൊ അച്ഛനും അമ്മയും അവിടെ നിന്ന് വിളിക്കാൻ പറയൂ. ഓക്കെ. അപ്പോ എന്തായാലും ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ടല്ലേ നമ്മുടെ എവിടെയും. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിതം കൺസൾട്ടൻസിയുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. അപ്പൊ ഇന്ന് തന്നെ പുണ്യയും പ്രണവും ഞാൻ പറയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. പ്രണവ് ഇങ്ങനെ കരോക്കെ ഒന്നും ഇല്ലാതെയാണ് ഇപ്പൊ പാടിയതും. അപ്പൊ അതേപോലെ നിങ്ങളും പാട്ട് പാടിയിട്ട് മലയാളത്തിലും തമിഴിലും പാടിയിട്ട് 1 മിനിറ്റിലുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് hello@melodydreams.a സെൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും സെൻഡ് ചെയ്യണം. പാടാൻ കഴിവുള്ളവരും പാട്ടിനോട് ഇഷ്ടമുള്ള എല്ലാവരും. ഇതൊരു നല്ലൊരു അവസരമാണ്. ഈ ഒരു മെഗാ ഇവന്റിൽ വെച്ചിട്ട് ഒരു സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ എന്തായാലും പാടാൻ പോകുന്നത്. അത്രയേറെ എക്സ്പോഷറാണ് നമ്മുടെ നിതം കൺസൾട്ടൻസി നമുക്കായിട്ട് തരാൻ പോകുന്നത്. ഓക്കെ. അതേപോലെ നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാനിവിടെ ഉണ്ടാവുള്ളൂ. എന്തായാലും വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ KMFA നമുക്ക് എല്ലാവർക്കുമായിട്ട് നല്ലൊരു അടിപൊളി കൂട്ടായ്മയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ KMFAയുടെ മാസ്റ്റേഴ്സ് സോക്കർ കൂട്ടായ്മ, അത് ഈ ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നമുക്കറിയാം നമ്മൾ ഫിറ്റ്നസിനോടും കളികളോടും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് കുറച്ചൊരു ഏജ് ആയി കഴിഞ്ഞാൽ പലരും വിചാരിക്കും ഓക്കെ ഇനിയിപ്പം ഫിറ്റ്നസിന്റെ പുറകെ പോകണ്ട, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ഇഷ്ടങ്ങൾ അതായത് ഫുട്ബോളോ ക്രിക്കറ്റോ ഇതെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയൊരു അവസരമാണ് KMFAയുടെ ഈ ഒരു ലോഞ്ച്. ജൂലൈ 28 വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു ഫുട്ബോൾ ലോഞ്ചിനായാലും ആ ഒരു കൂട്ടായ്മയിൽ ചേരുന്നതായാലും എന്തായാലും നല്ലൊരു അവസരമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് KMFAയുടെ ആ ലോഞ്ച് ഈവന്റിൽ പങ്കെടുക്കാൻ നോക്കുക. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗുഡ് ഈവനിങ്. ലക്ഷ്മിയാണ്. ലക്ഷ്മി. എന്തൊക്കെയുണ്ട് ലക്ഷ്മി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? പലവട്ടം വിളിച്ചിട്ടുണ്ട്. ആണോ? എനിക്ക് പക്ഷെ അങ്ങോട്ട് ഗൗതമിന്റെ അമ്മയാണ്. ഓക്കെ. ഞാൻ ഗൗതമിന് എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെല്ലേ? ഗൗതം അടുത്തുണ്ട്. ആണല്ലേ? കൊടുക്ക. എന്ത് പറയുന്ന ആള്? ശരി, അമ്മയോട് ചോദിക്കാം. വെക്കേഷൻ ആയിട്ട് എങ്ങനെയുണ്ട് രണ്ടുപേരെയും കൊണ്ട്? കൊഴപ്പില്ല. രണ്ടുപേരും കസിന്റെ വീട്ടിലും ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോക്കായിരുന്നു. ആണല്ലേ? അങ്ങനെ പോകുമ്പോഴല്ലേ ഇവർക്കൊക്കെ സ്ലീപ്പ് ഓവർ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടോ? അവിടെ താമസിക്കും. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴല്ലോ നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും ഞങ്ങൾ ഇന്ന് സ്ലീപ്പ് ഓവർ ആണ് ഇവിടെ. ഓക്കെ, ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മള് കൊച്ചില് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടില് സ്ലീപ്പ് ഓവർ ഒന്നും ഉണ്ടായിരുന്നു. അതെ, നമ്മള് മോസ്റ്റ്ലി എന്താ പറയാ അമ്മയുടെ വീട്ടില് അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടില് അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോവുള്ളൂ. ഇതിപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിലായാലും എവിടെയായാലും അപ്പോഴേ പറഞ്ഞിരിക്കും ഞങ്ങൾ സ്ലീപ്പ് ഓവർ ആണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്. അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ ഇവിടെ ചില സെയിം ബിൽഡിങ്ങിലാണെങ്കിൽ പോലും വന്നിട്ട് പറയാം എനിക്ക് സ്ലീപ്പ് ഓവർ ആണ്. അപ്പൊ അവരെവിടെ പോയി താമസിക്കുക? ആ പരിപാടി എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ടാണ് ഫ്രണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പറയാം ഓക്കെ ഇന്ന് ഞാൻ ഇവിടെ സ്ലീപ്പ് ഓവർ ആണ്. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറയും ഞാൻ അവിടെ സ്ലീപ്പ് ഓവർ ആണ്. സെയിം ബിൽഡിങ്ങിലാണ്, ഫ്ലോറ് മാത്രമേ വ്യത്യാസം. അവർക്ക് സ്വന്തം വീട്ടിൽ കയറണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. എന്താണ് വെക്കേഷൻ എന്നിട്ട് നാട്ടിൽ പോകുന്നുണ്ടോ?
ഇല്ല പോകുന്നില്ല. ഇവിടെ അടിച്ചു പൊളിക്കാം. അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ശരിയാണല്ലോ, ഇപ്പൊ വന്നിരുന്നല്ലേ റീസെന്റ്. ഓക്കെ, എന്നിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ? പിന്നെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ആണോ അമ്മ വരുന്നേ? ഫസ്റ്റ് ടൈം. അടിപൊളി. എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചോ? പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലായിടവും കൊണ്ട് കാണിക്കും. അപ്പൊ അമ്മയ്ക്ക് സന്തോഷായല്ലേ? സന്തോഷായി. ഇനി കുറച്ച് കഴിയുമ്പോ ഒന്ന് വിന്ററിലും കൂടെ വരാൻ പറ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മിറാക്കിൾ ഗാർഡൻ ഒക്കെ ആയാലും നല്ല കുറച്ച് ഓൾമോസ്റ്റ് 6 months ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കുറച്ച് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഒരു വിന്റർ തൊട്ടിട്ട് സമ്മർ വരെയൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. രണ്ടും എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളി അടിപൊളി. അതെന്തായാലും നന്നായി. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു. പറയട്ടെ? പറഞ്ഞു. സ്റ്റാർട്ട്. നമ്മുടെ വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ്. കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിർത്തി കളഞ്ഞു. ഓക്കെ, GK ആണ് വന്നിരിക്കുന്നത്. അപ്പൊ GK ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, GK എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം. യുനെസ്കോയുടെ സാഹിത്യ നഗരം. പെട്ടെന്ന് പറയണേ. കോട്ടയം. ഞാൻ എടുക്കാണ് ആൻസർ. കോട്ടയം പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം കോട്ടയാണെന്നുള്ളത്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണോ? കോട്ടയം ആണെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ല, കോഴിക്കോടാണ്. എന്റെ മനസ്സിൽ ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രണ്ടുപേർക്ക് സമാധാനമില്ലേ? രണ്ടുപേരും പറഞ്ഞത് തെറ്റായിരുന്നു. ഫോൺ വെച്ചിട്ട് അതാണ്. കോട്ടയത്താണോ വീട് ഹസ്ബൻഡ്? അതല്ലേ എവിടെ? കോട്ടയം, ഞാൻ ട്രിവാൻഡ്രം. അടിപൊളി. കോട്ടയം എവിടെയാണ്? പുള്ളി ചങ്ങനാശ്ശേരിക്കാരനാ. കൊള്ളാം. ഞാൻ പാലായിലാണ്, കോട്ടയം. അതാണ് നിങ്ങൾക്ക്. പക്ഷെ എന്റെ അച്ഛന്റെ ഫാമിലി ട്രിവാൻഡ്രം ആണ്. അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് രണ്ടിനോട് ഇഷ്ടമാണ്. അമ്മ അങ്ങ് ട്രിവാൻഡ്രം വരെ വരേണ്ടി വന്നു. അതെ, ശരി. നൈസ് ടോക്കിംഗ് ടു യു. നൈസ് ടോക്കിംഗ് ടു യു ടു. ഏതാണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കോള് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ KMFA പറ്റിയായിരുന്നു. KMFAയുടെ ഈ ഒരു കൂട്ടായ്മയിൽ അവർ ഫുട്ബോൾ എന്താ പറയുക, ആ ഒരു എക്സ്ട്രാ വെഗൻസ എന്നാണ് പറയുന്നത്. ഫുട്ബോളിൻ്റെ ആ ഒരു മാച്ച് ഈ വരുന്ന ജൂലൈ 28 KMFAയുടെ ലോഞ്ചും കൂടെയാണ്. അപ്പോൾ ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ 40+ ആയിട്ടുള്ള ഫിറ്റ്നസിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, KMFAയിൽ ജോയിൻ ചെയ്യാനും പറ്റും. ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ ആ ഒരു സെയിം വൈബിലുള്ളതും. അങ്ങനെ നിങ്ങൾക്ക് സ്പോർട്സിലേക്കായാലും വേറെ ഇപ്പം എന്താ ഹെൽത്ത് റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഇതിനോടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൂട്ടായ്മയായിരിക്കും KMFA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോഞ്ചിൻ്റെ ഡേറ്റ് എല്ലാവരും ഓർത്ത് വെച്ചോളൂ. ജൂലൈ 28 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ്. മറക്കാതെ എന്തായാലും ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് KMFA കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന നമ്പേഴ്സിൽ, ഞാൻ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാം, ഈ പറയുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ID-യും പേരും വെച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറയും. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. 05640617770, 05854400929, 05023473470, 05532366762. നമ്മൾ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവരോട് മെസ്സേജ് ചെയ്താൽ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഇവൻറ്റ്സും അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവും KMFA ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മളൊരു ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കലാമത്സരങ്ങളിൽ പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് ഈവൻ്റ് ആയിക്കോട്ടെ, നമ്മൾ അത്രയ്ക്കും എൻജോയ് ചെയ്ത് കളിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോ ചിലപ്പോൾ ഒരു കൂട്ടായ്മയിലൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ഹിറ്റ് മെലഡി ഡ്രീംസും. ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ 1 ഇയറിലേക്കുള്ളൊരു പ്രോഗ്രാമാണ്. സോ എന്തായാലും നിങ്ങളെല്ലാവരും, കഴിവുള്ള എല്ലാവരും ഇതിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓക്കെ, എനിക്ക് തോന്നുന്ന സമയം ഒരുപാടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്നത്തെ
ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സിനുള്ള ആ ഒരു എന്താ പറയുക, വിന്നർ ഒരാളേ ഉള്ളൂ നമുക്ക്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടൂവിൻ്റെ ടിക്കറ്റ് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഇന്ത്യൻ ടൂവിൻ്റെ ടിക്കറ്റ് നമ്മുടെ കോളേഴ്സ് 2 ലക്കി കോളേഴ്സിനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ 2 ലക്കി വിന്നേഴ്സിനായിരിക്കും. പക്ഷേ നമുക്കൊരു വിന്നറേ ഉള്ളെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 ലക്കി കോളേഴ്സിനാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. 1 ലക്കി കോളറിനേ ഉള്ളൂ. ഓക്കെ ഫൈൻ, 1 ലക്കി കോളറിന്. ശരി, അപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, എനിക്ക് പോകാനുള്ള സമയമായി. പക്ഷേ ഇന്ന് വിളിച്ചതിൽ നിന്ന് നമുക്കൊരു വിന്നർ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പ്രണവും പുണ്യായിരുന്നു വിന്നേഴ്സ്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് എന്താ പറയുക, കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഫുഡ് വൗച്ചറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഫുഡിനെ പറ്റി, റിവ്യൂവിനെ പറ്റിയെല്ലാം. അപ്പോൾ എന്തായാലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ കിസൈസ് 11 വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വിളിക്കണം, ഞാനും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ കോളേഴ്സിൽ നിന്ന്, നമ്മൾ പറഞ്ഞിരുന്ന വിന്നേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ കോളേഴ്സിൽ നിന്ന് നമ്മുടെ സ്വന്തം ലക്കി കോളറിനെ തിരഞ്ഞെടുത്തിട്ട് അയാൾക്കായിരിക്കും ഇന്ത്യൻ ടൂവിൻ്റെ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോളേഴ്സിൻ്റെ എല്ലാത്തെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആർക്കാണ് ഇന്ത്യൻ ടൂവിൻ്റെ ടിക്കറ്റ് കിട്ടാൻ പോകുന്നത് നോക്കാം. അധികം കറക്കാതെ ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, അത് ലക്ഷ്മിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് ലക്ഷ്മി. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടൂ പോയിട്ട് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ എന്നോട് റിവ്യൂ പറയണം കേട്ടോ. മിക്സഡ് റിവ്യൂ ആണ്, നല്ലതാണെന്നും പറയുന്നു, നല്ല വേറെ രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി കാണുക, അടിപൊളി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ദിസ് ഇസ് സുചിത സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. ടൈം എക്സ്പ്രസ് കാർഗോ, യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ. A division of M Group. Call toll free 800-2746. നിങ്ങൾ കാത്തിരുന്ന സംഗീത മഹോത്സവം. UAE-ലെ നവാഗത സംഗീത പ്രതിഭകൾക്ക് അപൂർവാവസരം.